അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് റാഹത്താണെന്ന് വിചാരിക്കുന്നു. റാഹത്തിനും സന്തോഷത്തിനും വേണ്ടി ഖാലിഖായ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഇന്ന് പറയാനുള്ള ഫളില് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം, അത് ചൊല്ലിയാലുള്ള ഗുണങ്ങള്. ഒരു സഹോദരി വീടില്ല, വാടകക്കാണ് താമസിക്കുന്നത്. വീട് വെക്കാൻ ഒരു നിവൃത്തിയുമില്ല, വളരെ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ തുടങ്ങി. സ്വലാത്തുൽ ഫാത്തിഹന്റെ മജ്ലിസിൽ കയറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് വീട് വെക്കാനുള്ള സമ്പത്ത് അല്ലാഹു നിഅമത്ത് കൊടുത്തു. ആരൊക്കെയോ മുഖേന ഒരുപാട് പേര് സഹായിച്ചു. അവസാനം പണി പകുതിയായി. പിന്നെ എല്ലാം മുറ്റി. പിന്നെ അൽഹംദുലില്ലാ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഇജാസത്ത് വാങ്ങി. അത് വീണ്ടും ചൊല്ലാൻ തുടങ്ങി. അതിനുശേഷം അൽഹംദുലില്ലാ ഇത്തിജാക്ക് സിമ്മന്റെ ഒരു ലോഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അൽഹംദുലില്ലാ വീണ്ടും തുടങ്ങി. ആ സഹോദരി തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അതാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. വീടില്ലാത്തവർക്കും അള്ളാഹു വീട് നൽകട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിൽ കയറുക. എല്ലാ ദിവസവും സുബഹിക്ക് മജ്ലിസിൽ കാണാൻ അള്ളാഹ് പരാജയപ്പെടുത്തില്ല. ഞങ്ങൾക്ക് കറാമത്തൊന്നുമില്ല, സ്വലാത്തുൽ ഫാത്തിഹയ്ക്ക് കറാമത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ഇടാൻ കാരണം, ഞാനൊരു 2 ആഴ്ച മുന്നേ ഒരു ശനിയാഴ്ച മണ്ണാർക്കാട് വന്നിനി. തങ്ങളെ കണ്ടീനി. എൻ്റെ വീടിൻ്റെ പണി പൗതിയൊക്കെലിട്ടാണ്ട് അവിടെ കിടക്കേനി, ഒന്നും ആയിട്ടില്ലേനി. അപ്പോൾ പറയാൻ വേണ്ടി വന്നതേനി. അപ്പോൾ തങ്ങൾ പറഞ്ഞു വീട് പണിയൊക്കെ റാത്തായി കഴിഞ്ഞോളും, ബേജാറാവൊന്നും വേണ്ട, എന്തിനു ബേജാറാവെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇനി തുടങ്ങാൻ വിചാരിച്ചത്. അതിൽ ഒരു 10 ചാക്ക് സിമെൻറ്റും ഒരു ലോഡ് പൂയും ഒരു 2 കൂട്ടർ തരാമെന്ന് പറഞ്ഞു കണ്ട് അങ്ങനെ ഇപ്പം ഞാൻ തുടങ്ങിയിരിക്കണ്. വീട് പണി തേപ്പ് തുടങ്ങിയിരിക്കണ്. ഇനി കുറച്ചും കൂടി പണി റാത്തായി കിട്ടാണ്ട് തങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ എല്ലാ മജ്ലിസിലും 2 നേരം മജ്ലിസ് കേൾക്കലുണ്ട്. മാസം സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിന് വരലുണ്ട്. അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് എൻ്റെ വീട് പണി ഇപ്പോൾ തുടങ്ങിയത്. അതിനോട് വേഗം കോട്ടേഴ്സിലാണ്, വേഗം മാറി കിട്ടാൻ വേണ്ടി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം.